ഹായ്, വെൽക്കം ബാക്ക് ടു സ്പോർട്സ് ആൻഡ് ഇഞ്ചസ്. ഇന്നത്തെ വീഡിയോയിൽ കുഷൻ കവർ തയ്ക്കുന്നതാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ തയ്ച്ചു നോക്കുന്നവർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തു നോക്കാൻ പറ്റുന്ന കാര്യമാണ് കുഷൻ കവർ എന്ന് പറയുന്നത്. അപ്പോൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, അല്ലെങ്കിൽ സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ഇപ്പോൾ തയ്ക്കാൻ പോകുന്നത് ഒരു സാധാരണ കുഷൻ കവറാണ്, ഒരു എൻവലപ്പ് ടൈപ്പ് കുഷൻ കവറാണ്. അതിന് 3 പാർട്സ് കട്ട് ചെയ്യാനുണ്ട്. നമുക്ക് ഒരു ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാനുണ്ട്, പിന്നെ ഒരു ബാക്ക് പാർട്ട് കട്ട് ചെയ്യാനുണ്ട്, ഒരു ബാക്ക് ഇന്നർ പാർട്ട് കട്ട് ചെയ്യാനുണ്ട്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഏത് കുഷനാണോ നമ്മൾ കവർ തയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മെഷർമെൻറ്റ് എടുക്കണം. നമുക്ക് ആകെ വേണ്ട മെഷർമെൻറ്റ് ലെങ്ത്തും വിഡ്ത്തും ആണ്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ബാക്കി കാൽക്കുലേഷൻസ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്ന കുഷൻ്റെ മെഷർമെൻറ്റ് നമ്മൾ ഈ ഒരു അറ്റത്തുനിന്ന് ഇവിടെ വരെ ഇതിപ്പോൾ ലെങ്ത്ത് എടുക്കുന്നുണ്ട്. അതാണ് 16 ഇഞ്ചസ് ആണ് ലെങ്ത്ത്. അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇതിപ്പോൾ വീതി വിട്ട് എടുക്കുന്നതും ഇത് 16 ഇഞ്ചസ് ആണ്. അപ്പോൾ ഈ കുഷൻ ഒരു 16 × 16 ഇഞ്ചസ് വരുന്നൊരു കുഷനാണ്. അപ്പം ഓരോരുത്തരുടെ കുഷൻ്റെ മെഷർമെൻറ്റ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. ചിലത് 12 × 12 വരുന്നതുണ്ട്, കുറച്ചും കൂടെ വലിയ കുഷൻസ് ഉണ്ട്. അപ്പം അതനുസരിച്ചിട്ട് നമ്മൾ കുഷൻ്റെ മെഷർമെൻറ്റ് അനുസരിച്ചിട്ട് നമ്മൾ കാൽക്കുലേഷൻസ് അതിനകത്ത് ഇട്ടാൽ മതി. ഇനി കുഷൻ കവറിൻ്റെ പാർട്സ് നമ്മൾ കട്ട് ചെയ്യാൻ പോകണം. ആദ്യം ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ലെങ്ത്ത് 16 ഇഞ്ചസും വിഡ്ത്ത് 16 ഇഞ്ചസും ആണ് നമുക്ക് ഈ കുഷന് കിട്ടിയേക്കുന്ന മെഷർമെൻറ്റ്. അപ്പോൾ ആദ്യം കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ തുണിയുടെ റോങ് സൈഡ് ഒന്ന് മാർക്ക് ചെയ്യണം, അല്ലെങ്കിൽ തയ്ക്കുന്ന സമയത്ത് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാനാണ്. അപ്പോൾ ആദ്യം ലെങ്ത്ത് 16 ഇഞ്ചസ് മാർക്ക് ചെയ്യുക. ഇത് ഫ്രണ്ട് പാർട്ടിൻ്റെയാണ് ഞാൻ ആദ്യം കട്ട് ചെയ്യുന്നത്. 3 പാർട്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഫ്രണ്ട് പാർട്ടുണ്ട്, ബാക്ക് പാർട്ടുണ്ട്, ബാക്ക് ഇന്നർ പാർട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് പാർട്ടിൻ്റെ നമ്മൾ ആദ്യം 16 ഇഞ്ചസ് ആണ് ലെങ്ത്ത്. അതിൻ്റെ കൂടെ ഞാനൊരു 1 ഇഞ്ച് കൂട്ടിയിടുന്നുണ്ട് സീം അലവൻസിന് വേണ്ടി. അപ്പോൾ നമുക്ക് 17 ഇഞ്ചസ് കിട്ടി. അപ്പോൾ ലെങ്ത്ത് നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുക ജസ്റ്റ്. അപ്പോൾ എന്നിട്ട് അവിടെ നിന്ന് തന്നെ വിഡ്ത്ത് മാർക്ക് ചെയ്യുക. വിഡ്ത്തും 17 ഇഞ്ച് തന്നെ എടുക്കുന്നത്. 16 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടിയിട്ടിട്ട് വിഡ്ത്തും 17 ഇഞ്ചസ് ആണ് എടുക്കുന്നത്. അപ്പോൾ അതും അവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതൊരു ബോക്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ നിന്നുള്ളതും 17 ഇഞ്ചസ് തന്നെയാണോ എന്ന് മെഷർ ചെയ്ത് നോക്കിയിട്ട് വേണം കട്ട് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ചിലപ്പം ഇതിനകത്ത് ഇവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സ്കെയിൽ വെച്ച് വരച്ചാൽ ഇതിൻ്റെ 17 ഇഞ്ചസ് ചിലപ്പം ഈ ടേപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയൊക്കെ ഇരിക്കുന്നെങ്കിൽ കറക്റ്റ് കിട്ടണമെന്നില്ല. അപ്പോൾ അതും കൂടെ ഇവിടെ നിന്നും കൂടെ 17 ഇഞ്ചസ് മെഷർ ചെയ്ത് ആ കറക്റ്റ് പോയിന്റിൽ നിന്ന് ഈ സ്കെയിൽ വെച്ചിട്ട് വരച്ചിട്ട് ഇങ്ങനൊരു ബോക്സ് ഉണ്ടാക്കണം. എന്നിട്ട് വേണം ആ ലൈനിൽ കൂടെ പിന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് 17 ഇഞ്ചസും ഇവിടുന്ന് 17 ഇഞ്ച് കൊടുത്തിട്ട് ഞാനിങ്ങനെ ഒരു ബോക്സ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് ഈ പോയിന്റിൽ എത്തുമ്പോഴത്തേക്കും ഇവിടെ നിന്നും താഴത്തേക്ക് കട്ട് ചെയ്തിട്ട് ഈ പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത് വരുന്നത് ബാക്ക് പാർട്ടാണ്. അപ്പോൾ അതിനകത്ത് 2 പീസ് ഉണ്ട്. ഇതിനകത്ത് ബാക്ക് ഇന്നർ പാർട്ടും ഉണ്ട്, ഈ ഒരു പാർട്ടും ഉണ്ട്. അതായത് എൻവലപ്പ് പോലെ വരുന്നത് ഇത്. അപ്പോൾ അതിന് ആകെ വ്യത്യാസം വരുന്നത് ഈ ലെങ്ത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. ഇത് 2 ഡിവിഷൻ ഉള്ളതുകൊണ്ട്. പിന്നെ വിഡ്ത്ത് 2 പീസ് നമ്മൾ കട്ട് ചെയ്താലും സെയിം തന്നെയാണ് വരുന്നത്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ പറയാം. അടുത്തത് ബാക്ക് പാർട്ടിൽ ലെങ്ത്ത് വരുന്നത് 16 ഇഞ്ചുള്ള കുഷ്യൻ്റെ ലെങ്ത്ത് വരുന്നത്. അതിനകത്ത് ബാക്ക് പാർട്ടിൽ നമ്മൾ 16 ഇഞ്ചിൽ നിന്ന് ഒരു 2 ഇഞ്ച് കുറച്ചിട്ട് 14 ഇഞ്ചാണ് ലെങ്ത്ത് എടുക്കുന്നത്. അപ്പോൾ അതിവിടെ മാർക്ക് ചെയ്യുക. വിഡ്ത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെയിം 17 ഇഞ്ച് തന്നെയാണ് വരുന്നത്. കുഷ്യൻ്റെ വിഡ്ത്ത് എത്രയാണോ നമ്മൾ ആഡ് ചെയ്തത് അത് തന്നെയാണ്. അതായത് 16 നമ്മൾ 1 ഇഞ്ച് ആഡ് ചെയ്തല്ലോ ഫ്രണ്ട് പാർട്ടിൽ, ആ സെയിം തന്നെ വിഡ്ത്ത് വരുന്നത്. അപ്പോൾ അതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ലെങ്ത്ത് ഇതുപോലെ മാർക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ 14 അല്ലേ എടുത്ത ലെങ്ത്ത്, അതുപോലെ തന്നെ ഇവിടെ നിന്ന് മെഷർ ചെയ്തിട്ട് 14 ഇങ്ങോട്ട് മെഷർ ചെയ്ത് ഇതിങ്ങനെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം. അടുത്തത് ബാക്ക് ഇന്നർ പാർട്ടിലെ മെഷർമെൻറ്റ്സ് ആണ്. അപ്പോൾ അതിന് ലെങ്ത്ത് ഞാൻ എടുക്കുന്നത് 8 ഇഞ്ചാണ്. 7 or 8 എടുക്കാം. ഞാനിപ്പോൾ 8 ഇഞ്ചസ് എടുക്കുന്നത്. എന്നിട്ട് മാർക്ക് ചെയ്യുക. അതിനു മുമ്പ് തുണിയുടെ റോങ് സൈഡിലാണ് നമ്മൾ ഈ മാർക്കിങ്സ് ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ അതിന് റോങ് സൈഡാണെന്ന് മനസ്സിലാക്കാൻ ഒരു ക്രോസ് മാർക്ക് കൊടുക്കാം. അടുത്തത് വേണ്ടത് 17 ഇഞ്ച് നമ്മൾ വീതി മാർക്ക് ചെയ്യാണ്, വിഡ്ത്ത് മാർക്ക് ചെയ്യാണ്.
അതിങ്ങനെ മാർക്ക് ചെയ്യുക, ഈ പോയിന്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 8 ഇഞ്ച് ലെങ്ത്തും മെഷർ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ബാക്ക് ഇന്നർ പാർട്ടിൻ്റെ പീസ് എന്നിട്ട് കട്ട് ചെയ്തെടുക്കണം. നേരത്തെ 2 പീസ് കട്ട് ചെയ്ത പോലെ തന്നെ ഇതും കട്ട് ചെയ്തെടുത്താൽ മതി. നമ്മുടെ കട്ടിങ്സ് എല്ലാം കഴിയും. ഇപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ബാക്ക് ഇന്നർ പാർട്ടിന് ഇങ്ങനെ 8 ഇഞ്ചസ് ലെങ്ത്തും 17 ഇഞ്ചസ് വിട്ടുമായിട്ട് ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ മാർക്കിങ്ങിൽ കൂടെ ഇത് കട്ട് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഈ പോയിന്റിൽ എത്തുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് താഴത്തേക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിതെല്ലാം ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ ബാക്ക് പാർട്ടിലെ 2 പാർട്ടിലെയും ഈ 17 ഇഞ്ച് വരുന്ന ഭാഗത്ത് ഒന്ന് മടക്കിയിട്ട് ഒരു 4 ഇഞ്ചും ഒന്നും കൂടെ മടക്കണം. 4 ഇഞ്ച് മടക്കുക, എന്നിട്ട് ഒന്നും കൂടെ മടക്കിയിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്യണം. ഈ ഒരു സൈഡ് മാത്രം, അത് ബാക്ക് പാർട്ടിൽ മാത്രം മതി. ആ ഫ്ലാപ്പ് വരുന്ന സൈഡിൽ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഈ സൈഡിൽ ഫിനിഷിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ബാക്കി എല്ലാ സൈഡും നമ്മൾ തയ്ച്ച് പോകുമ്പോഴത്തേക്കും അത് സ്റ്റിച്ച് ചെയ്ത് പോവും. ഈ ഭാഗം നമ്മൾ ആദ്യം ഒന്ന് ഫിനിഷ് ചെയ്യണം. ഈ ഭാഗവും ഇതിൻ്റെ അകത്ത് ഫ്ലാപ്പ് വരുന്ന ഈ ഭാഗവും രണ്ടും നമ്മളൊന്ന് തയ്ച്ചു കൊടുക്കണം ആദ്യം, എന്നിട്ട് വേണം ഇത് ജോയിൻ ചെയ്യാനായി. ഈ അടുത്തത് ചെയ്യണത് നമ്മൾ ഈ 2 ബാക്ക് പാർട്ടിലെയും വിഡ്ത്ത് മാർക്ക് ചെയ്ത സ്ഥലത്ത്, അതായത് ഇപ്പോൾ വിഡ്ത്ത് മാർക്ക് ചെയ്തത് 17 ഇഞ്ചാണ്. ആ 17 ഇഞ്ച് വരുന്ന ഭാഗത്ത് 2 സൈഡിലെയും ഇങ്ങനെ 4 ഇഞ്ച് മടക്കിയിട്ട് ഇങ്ങനെ പിൻ ചെയ്ത് കൊടുത്തിട്ട് ഒരു സൈഡ് മാത്രം തയ്ക്കണം. ഇതിപ്പോൾ ഏത് സൈഡിലെടുത്താലും പ്രശ്നമില്ല. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് ആദ്യമായിട്ട് തയ്ക്കുന്നവരൊക്കെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം റോങ് സൈഡ്. അല്ലെങ്കിൽ ഇതുപോലത്തെ പ്രിൻ്റുള്ള തുണിയൊക്കെ ആണെങ്കിൽ മാറിപ്പോവും, പിന്നെ അത് രണ്ടാമത് അഴിച്ച് ചെയ്യേണ്ടിയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് റോങ് സൈഡിൽ തന്നെ ഇതുപോലെ മടക്കിയിട്ട് പിൻ ചെയ്ത് കൊടുത്ത് തയ്ച്ചിട്ട് വേണം നമ്മളിതെല്ലാം കൂടെ ജോയിൻ ചെയ്യാനായിട്ട്. ഈ ഒരു ബാക്ക് പാർട്ടും ബാക്ക് ഇന്നർ പാർട്ടിൻ്റെയും ഒരു സൈഡ് നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മൾ തയ്ച്ച ഫ്രണ്ട് പാർട്ടും ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്യലാണ്. ഇനി ചെയ്യേണ്ടത് നമ്മൾ ആദ്യം കട്ട് ചെയ്ത ഫ്രണ്ട് പാർട്ടിൻ്റെ റൈറ്റ് സൈഡ് മുകളിൽ വരുന്ന തരത്തിൽ ഇങ്ങനെ വെക്കണം. അതായത് ബാക്ക് പാർട്ടിൽ റോങ് സൈഡാണ് വരുന്നത്, ഈ റൈറ്റ് സൈഡാണ് ഫേസിങ് വരുന്നത്. ഇനി നമ്മൾ കട്ട് ചെയ്ത ബാക്ക് പാർട്ടിൻ്റെ വലിയ പാർട്ടുണ്ടല്ലോ, അതും ഇങ്ങനെ സൈഡ് ടു സൈഡ് മാച്ച് ചെയ്യുക. ഈ സൈഡ്സ് എല്ലാം നല്ലപോലെ മാച്ച് ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് റോങ് സൈഡാണ് മുകളിലേക്ക് വരുന്നത്, റൈറ്റ് സൈഡ് അകത്തേക്കാണ് പോയേക്കുന്നത്. അതായത് ഈ 2 റൈറ്റ് സൈഡും മാച്ചിങ് ആണ്. പിന്നെ ഈ നമ്മൾ മടക്കി തയ്ച്ച ഭാഗം അകത്തേക്കാണ് വരുന്നത്, കാരണം ബാക്കിയെല്ലാം നമ്മൾ തയ്ക്കുമ്പം അത് സ്റ്റിച്ച് ചെയ്ത് പൊക്കോളും. അങ്ങനെ റൈറ്റ് സൈഡ് മാച്ച് ചെയ്തിട്ട് ഇങ്ങനെ അറ്റത്തെല്ലാം നല്ലപോലെ മാച്ച് ചെയ്ത് പിൻ ചെയ്ത് കൊടുക്കണം. പിന്നെ അടുത്തത് നമ്മൾ തയ്ച്ച ബാക്ക് ഇന്നർ പാർട്ട് ഉണ്ടല്ലോ, ബാക്ക് ഇന്നർ പാർട്ട് ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഇതിൻ്റെ സ്റ്റിച്ച് ചെയ്ത ഭാഗം അകത്തേക്ക് വെക്കണം. എന്നിട്ട് ഈ ബാക്ക് ഇന്നർ പാർട്ട് ബാക്ക് പാർട്ടിൽ ലാപ്പ് ആവുന്ന തരത്തിലാണ് വെക്കുന്നത്. അതിൻ്റെയും റോങ് സൈഡ് മേളിലാണ്, റൈറ്റ് സൈഡ് അകത്തേക്കാണ് പോയിരിക്കുന്നത്. അതായത് എല്ലാ റൈറ്റ് സൈഡും അകത്തേക്കാണ്, എല്ലാ റൈറ്റ് ടു റൈറ്റ് സൈഡ് മാച്ച് ചെയ്തിട്ടാണ് നമ്മളിത് പ്ലേസ് ചെയ്യുന്നത് ഇതിനകത്ത്. അപ്പം ഈ ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്ത് ഇങ്ങനെ ലാപ്പ് ആവണം. ഇതെല്ലാം സൈഡെല്ലാം കറക്റ്റായിട്ട് പിൻ ചെയ്യുമ്പം ഈ ലാപ്പ് ആവുന്ന ഈ ഒരു എഡ്ജ് ഉണ്ടല്ലോ, ഇവിടെ നല്ലപോലെ പിൻ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ അറ്റത്ത് ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ വെച്ചിട്ട് നമുക്ക് തയ്ക്കാം. ഈ ഒരു കോർണേഴ്സ് വരുമ്പം കോർണേഴ്സിൻ്റെ അവിടെ എത്രയാണോ 1/2 ഇഞ്ചാണ് എടുക്കുന്നതെങ്കിൽ അതനുസരിച്ച് ഈ കോർണറിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. 1/4 ഇഞ്ച് ആണെങ്കിൽ 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ എത്തുമ്പം ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് സൂചി എടുക്കാതെ തന്നെ ഇവിടെ വെച്ചിട്ട് പിന്നെ ഇവിടെ നിന്ന് തയ്ച്ച് എല്ലാ കോർണേഴ്സും അങ്ങനെ തന്നെ ചെയ്യാം. ആദ്യം ചെയ്യേണ്ടത് ഇത് നല്ലപോലെ പിൻ ചെയ്ത് കൊടുക്കണം. പിന്നെ പിൻ ചെയ്യുമ്പം നമ്മളിവിടെ എന്തെങ്കിലും അറ്റത്ത് ഒരു ലെവലിൽ എന്തെങ്കിലും നമ്മൾ ചിലപ്പോൾ തുണി എടുത്തത് കൂടിപ്പോയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കറക്റ്റ് അത് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതൊന്ന് ട്രിം ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് വേണം തയ്ക്കാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ അത് തിരിച്ച് ടേൺ ചെയ്യുമ്പോഴത്തേക്കും അത്ര നീറ്റായിട്ടുണ്ടാവില്ല കാണാനായിട്ട്. ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തയ്ച്ച് വരുമ്പോഴത്തേക്കും ഈ സൈഡിലേക്ക് എത്തുമ്പോൾ ഇവിടെ ഇങ്ങനെ ലാപ്പ് ആവുന്ന ഈ സ്ഥലം ഉണ്ടല്ലോ, അവിടെ നിന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം.
ലോക്ക് ചെയ്യണം അവിടെ, അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് ടേൺ ചെയ്യുമ്പം ആ സ്റ്റിച്ചൊക്കെ വിട്ടു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും ശ്രദ്ധിച്ചിട്ട് നല്ലപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്ത് തയ്ക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം കറക്റ്റായിട്ട് വെച്ചിട്ട് ഇങ്ങനെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ബാക്ക് ഇന്നർ പാർട്ട് ഈ ബാക്ക് പാർട്ടിൽ ലാപ്പ് ചെയ്യുന്ന തരത്തിൽ വെച്ചിട്ട് ഇവിടെയും ഈ അറ്റത്തും ഇതുപോലെ 2 അറ്റത്തും പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ തയ്ക്കുന്നില്ല, ഇത് ഓപ്പൺ പാർട്ടാണ്, എന്നാലും ഇത് നീങ്ങി പോവാതിരിക്കാൻ ഇവിടെ ഒന്ന് പിൻ ചെയ്താൽ നല്ലതായിരിക്കും. നമ്മൾ ഇതിൻ്റെ അറ്റത്തെല്ലാം തയ്ക്കണം. അതിനു മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ 4 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ കോർണറിൻ്റെ ഇങ്ങോട്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് തയ്ച്ചു തുടങ്ങാം. ഇപ്പം നമ്മൾ 4 ഇഞ്ച് എടുക്കുന്നെങ്കിൽ ശരിക്കും മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ ഫൂട്ട് ഉണ്ടല്ലോ, ഈ ഫൂട്ട് കറക്റ്റ് നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ഫൂട്ടിൻ്റെ കറക്റ്റ് ഇങ്ങനെ വെച്ചാൽ അത് ഈ ഫൂട്ടിൻ്റെ ഈ അറ്റവും ഈ സൂചിയുടെ ഡിസ്റ്റൻസും കറക്റ്റ് 4 ഇഞ്ചാണ് ശരിക്കും. നമ്മളൊരു 1/2 ഇഞ്ചൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് മാർക്ക് ചെയ്തിട്ട് വേണം തയ്ക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ 4 ഇഞ്ച് എടുക്കുന്നത്, 1/2 ഇഞ്ച് എടുത്തുകൊണ്ടും കുഴപ്പമില്ല, കാരണം നമ്മൾ 1 ഇഞ്ച് കൂട്ടിയിട്ടിട്ടുണ്ട്. നമ്മൾ ഈ ലാപ്പ് ചെയ്തതിൻ്റെ ഈ ജോയിൻ്റ് ഉണ്ടല്ലോ, അവിടെ എത്തുമ്പോഴത്തേക്കും ഒന്ന് ബാക്ക് സ്റ്റിച്ച് കൊടുക്കണം. അതായത് ആ സ്റ്റിച്ച് അവിടെ നിന്ന് ലോക്ക് ചെയ്യണം, എന്നിട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഒരറ്റത്ത് എത്തുമ്പോഴത്തേക്കും സൂചി പുറത്തേക്ക് എടുക്കാതെ തന്നെ നമ്മൾ ഈ ഫൂട്ട് ഒന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് പിന്നെ തിരിച്ച് ടേൺ ചെയ്തെടുത്താൽ മതി. അടുത്ത സൈഡിലേക്ക് തിരിച്ച് ഇതുപോലെ വെച്ച് പിന്നെ ഇതുപോലെ തയ്ക്കുക. അടുത്ത കോർണർ എത്തുമ്പോഴത്തേക്ക് ഇതുപോലെ തന്നെ ചെയ്യണം. ഇനി അടുത്തത് ചെയ്യേണ്ടത്, നമ്മളിതെല്ലാം തയ്ച്ചു കഴിഞ്ഞു, 4 സൈഡും തയ്ച്ചു കഴിഞ്ഞു. ഇനി ഈ കോർണേഴ്സ് ഉണ്ടല്ലോ, ഈ കോർണേഴ്സിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മളിത് തിരിച്ച് റൈറ്റ് സൈഡിലേക്ക് തിരിച്ച് ടേൺ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഒരു നല്ല ഫിനിഷിങ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ 4 അറ്റത്തെയും കോർണേഴ്സ് ഇങ്ങനെ ഒന്ന്, ഇതിൻ്റെ സ്റ്റിച്ച് കട്ടാവാതെ നോക്കണം. ജസ്റ്റ് ഈ തുണിയുടെ ഇവിടെ ഈ ഒരു സൈഡ് മാത്രം പതുക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്തെടുക്കണം. ഇതിപ്പോൾ റോങ് സൈഡിലായിരിക്കുന്നത്. കുഷൻ കവറിൻ്റെ ഫ്രണ്ട് പാർട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ബാക്ക് പാർട്ടിൽ നമ്മൾ എൻവലപ്പ് പോലെ തയ്ച്ചല്ലോ, ഈ ബാക്ക് പാർട്ടും ബാക്ക് ഇന്നർ പാർട്ടും അകത്തേക്ക് പോയി. അപ്പോൾ ഇത് തിരിച്ചും വേണമെങ്കിൽ ആക്കാം കേട്ടോ. ഇങ്ങനെ ഫ്ലാപ്പായിട്ടും ആക്കാം. അപ്പോൾ അതനുസരിച്ച് തയ്ച്ചാൽ മതി. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തേക്കുന്നത്. അതുപോലെ നമുക്ക് എന്തെങ്കിലും ലേസൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പീസ് ജോയിൻ ചെയ്യുന്നതിൻ്റെ മിഡിൽ പോർഷനിലായിട്ട് ലേസ് വെച്ചിട്ട് തയ്ച്ചാൽ മതി. ലേസോ പൈപ്പിങ്ങോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു ഫ്ലാപ്പിൻ്റെ ഇവിടെയും വേണമെങ്കിൽ ലേസ് വെക്കാം. അതൊക്കെ തയ്ക്കുന്ന സമയത്ത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് അതെങ്ങനെ വേണമെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ഞാൻ നേരത്തെ അളവെടുത്ത കുഷനിലാണ് ഞാൻ ഈ കുഷൻ കവർ ഇട്ടേക്കണേ. ഇനി കുറച്ചും കൂടെ ടൈറ്റ് ഫിറ്റ് ആയിട്ടുള്ള കുഷനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ ഈ 4 ഇഞ്ച് അരി കടിച്ചതിനകത്ത് ഒരു 1/2 ഇഞ്ച് എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടൈറ്റ് ഫിറ്റ് ആയിട്ടുള്ള കുഷൻ നമുക്ക് കിട്ടും. അത് ഓരോരുത്തരുടെ ചോയ്സാണ്. പിന്നെ ഈ ബാക്ക് പാർട്ടിൽ ഇങ്ങനെ തന്നെ ഓപ്പൺ ആക്കി വിടണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ വെൽക്രോ വെച്ചിട്ട് ചെയ്യാം, ബട്ടൺ ഹോൾ വയ്ക്കാം, ബട്ടൺസും ബട്ടൺ ഹോൾ വെച്ചിട്ട് തയ്ക്കാം, പിന്നെ പ്രസ് ബട്ടൺ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ള പോലെ ഓരോരുത്തരുടെ ചോയ്സ് അനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. പിന്നെ ആദ്യമായിട്ടൊക്കെ തയ്ക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് കുഷൻ കവറിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. കാരണം വലിയ മിസ്റ്റേക്സ് ഒക്കെ വരാൻ ചാൻസ് ഇല്ല ഇതിനകത്ത്. പിന്നെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ മാക്സിമം എടുക്കുകയുള്ളൂ ഒരു കുഷൻ കവർ തയ്ക്കാനായിട്ട്. ഒരു 1/2 മീറ്റർ തുണി മതി ഈ ഒരു അളവിലൊരു 16x16 ഇഞ്ചസിലുള്ളൊരു കുഷൻ കവർ തയ്ക്കാനായിട്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. താങ്ക് യു.